ഗായ്സ്, അപ്പോൾ ഇന്ന് കോളേജിൽ ഉച്ചവരെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്ത് ഇവളുടെ പുതിയ ചെരുപ്പ് ഞങ്ങളടുത്ത് കാട്ടിക്കളയുള്ള പരിപാടിയിലായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 11 ഈ നീല ഉടുപ്പിട്ടുള്ള ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് 12. അതായത് ഇത് ഓഗസ്റ്റ് 11 എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഇനി എന്താ കാര്യങ്ങളെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇവൻ ഞങ്ങളോട് പഠിച്ചു തന്നെയാണ് കേട്ടോ. ഇവന് കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെ ആ സന്തോഷ പ്രകടനമാണ് നിങ്ങളാ കേട്ടത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവളുടെ ബർത്ത്ഡേ ആണ്, നമ്മൾ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ അവൾ കാണാതിരിക്കാൻ വേണ്ടി വേറെ വഴി കൂടെ ഒക്കെ കറങ്ങി ഒരു കടയിൽ കയറിയിട്ട് അവൾക്ക് വേണ്ട കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവളുടെ വീട്ടിലോട്ട് പോകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ കടയിൽ കയറി ഒരു കേക്കൊക്കെ സെറ്റാക്കി റൈറ്റിങ്സ് ചെയ്താണ്. അതാണ്ട് എലി പുന്നല് കണ്ട പോലത്തെ ഒരു എക്സ്പ്രഷനാണ് ഇവരുടെ എല്ലാം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ നോക്കി സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ നേരെ ചെമ്മന്തൂർ സ്റ്റാൻഡിലോട്ടാണ് വന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കൊരു ബൊക്കെ സെറ്റാക്കി കൊടുക്കാമെന്നൊരു പ്ലാൻ നമ്മുടെ മനസ്സിലോട്ട് വന്നു. കാരണം അവൾക്ക് ബൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. കാരണം പിന്നെ ഇനി കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ കൂട്ടത്തിൽ ഒരു നല്ല കഴിവുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ച്. പിന്നെ നമുക്ക് ഈ റാപ്പ് കട്ട് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ച് കത്രിക ഒന്നും ഇല്ലായിരുന്നു. കത്രിക ഇല്ലെങ്കിൽ എന്താ ഗൈസ്, അതിനേക്കാളും മൂർച്ചയുള്ളൊരു ഒരു ഇതാണ് നമ്മുടെ കണ്ടില്ലേ, പല്ല്. അവളുടെ പല്ല് വെച്ചൊക്കെ ഒരു കടി കിട്ടിയ അയ്യോ കിടുക്കും. അത്ര അടിപൊളി നല്ല മൂർച്ചയുള്ള പല്ലാണ്. അങ്ങനെ ഒരു റിബണൊക്കെ കെട്ടിയെടുത്ത് സെറ്റാക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബൊക്കെ അങ്ങനെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കടയിൽ നിന്ന് മേടിച്ച ആ അല്ലറ ചില്ലറ സാധനങ്ങൾ ഒരു ഗിഫ്റ്റ് പേപ്പറിനകത്തോട്ട് പൊതിഞ്ഞ് സെറ്റാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. പുള്ളൂരൊക്കെ നിൽക്കാൻ വയ്യാത്ത മഴയെന്ന് പറഞ്ഞാൽ നിൽക്കാൻ വയ്യാത്ത മഴ. അങ്ങനെ ഞങ്ങൾ കേക്കും ബൊക്കെയൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അടുത്ത കണ്ട ഒരു ഓട്ടോയിൽ നമ്മൾ കയറി. ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം കേട്ടോ ഉള്ള വീട്ടിൽ. എന്താ ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോഴത്തേക്ക് മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഈ വലിയൊരു കാടിനകത്തൂടെ വേണം നമ്മൾ അവളുടെ വീട്ടിലോട്ട് കയറി പോകാനായിട്ട്. നമ്മൾ പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ദൈവമേ പാമ്പൊന്നും കാണല്ലേ. ഈ ഫ്രണ്ടിൽ പോകുന്നവർക്കാണെങ്കിൽ ഒടുക്കത്തെ കരുന്നാക്കാം. അവൾ ഇനി അവിടെ പാമ്പെങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിൽ വരെ ചിലപ്പോൾ പാമ്പ് അവിടെ വന്നെന്നിരിക്കും. അങ്ങനെ അവളെ വീട്ടിൽ ചെന്നു. അങ്ങനെ കഥവ് തുറക്കാനുള്ള നീണ്ട കാത്തിരിപ്പായിരുന്നു. കേട്ടതില്ലേ? എങ്ങനെ ഇരിക്കണം? അവൾക്ക് കേക്ക് വേണ്ട, അവൾക്ക് ബൊക്കെ മാത്രം മതി. നടക്കാവടി തുള്ളിയൊക്കെയാണ് അത് അമ്മയെ കാണിക്കാനായിട്ട് പോകുന്നത്. എന്തൊരു കൊച്ചാണോ എന്ത് ഇത്രയും ബൊക്കെ പ്രാന്നുള്ളൊരു കൊച്ച്. അവൾക്ക് ഇതിനേക്കാളും വേണമെങ്കിൽ വലിയ സാധനങ്ങളൊക്കെ മേടിച്ചാൽ പോലെയുള്ള സന്തോഷിക്കത്തില്ലായെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ വന്ന ഉടനെ ഫുഡ് കഴിച്ചു. കാരണം ഉച്ചയ്ക്ക് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. ഇനി കുറച്ച് മണ്ടത്തര അവലോകനം കേൾക്കാം. വീടിന്റെ ഓർഡർ പറയാം, ചന്ദരു എന്ന് വിളിച്ചാൽ പട്ടിയാണ് അമ്മ. പിന്നെ പിള്ളേരെ പട്ടടിക്കാൻ ചന്ദരു എന്ന് വിളിച്ചാൽ ഞാൻ ഓടെ ഇട്ടിട്ടുള്ളത്. നീ അല്ല എന്ത് ചെയ്യട്ടെ, അത് തലയില്ലാ മതിലടിച്ചിങ്ങനെ. അപ്പൊ ഇന്ന് ചക്ക വേണോ? ഭയങ്കരഭാവം എടുത്ത് വേദന വേദനപ്പെടുന്ന ചുമന്ന് ഭയങ്കരഭാവം പോകും ഇങ്ങനെ വെച്ച് പുകച്ചില് വേദന മാറി പുകച്ചില്ല. ഇതിൻ്റെ അടിച്ചടച്ച് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി പുകച്ചോടി കിടന്നു. അല്ല എന്നിട്ട് ഞാൻ ട്യൂഷന് പോയി. പെടലി വയ്യെങ്കിലും ട്യൂഷന് പോകാൻ കാണിച്ച അവളുടെ ആ മനസ്സുണ്ടല്ലോ, അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് പോകരുത്. അങ്ങനെ പിന്നെ നമ്മൾ ആ പൊതിഞ്ഞിട്ട് സാധനമൊക്കെ കൊടുത്ത് തുറക്ക് അതിൽ നിന്ന് പൗത്തെടുക്കാനുള്ളത് പൊളിച്ച് നോക്കാം. അവൾക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുമെന്നുള്ളത്. അതാണ് വലിയ എക്സ്പ്രഷൻ ഒട്ടും വെച്ചാവാത്തത്. അങ്ങനെയൊക്കെ സാധനമൊക്കെ കൊടുത്ത് അവൾ പൊളിച്ച് നോക്കി. ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഹാപ്പി ബർത്ത്ഡേ എഴുതിക്കുന്ന കാർഡും ഈ ചെറിയ ബൊക്കയും ഗോപിയും ഉണ്ടാക്കിയതാണ് കേട്ടോ. അവളുടെ ആ എഫേർട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫിയായി വീഡിയോഗ്രാഫിയായി. അപ്പം നോക്കിയപ്പോൾ ഉണ്ടോ ഒരുത്തി മാറിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പൊട്ടനാ എന്നുള്ള എക്സ്പ്രഷനിലാണ് അവൾ. നിങ്ങൾക്ക് സത്യമാണ്, നീ പൊട്ടിയാണ്. അങ്ങനെ നമുക്കിനി കേക്ക് മുറിക്കാനുള്ള ടൈമായി. നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അവൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ എക്സ്പേർട്ടീസ് കം ബാക്ക്. കാരണം കേക്ക് മുറിക്കാൻ അവൾ തന്നെ വേണം. എല്ലാത്തിലും അവൾക്ക് ഒരു കഴിവുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ കേക്ക് ബോർഡ് നമ്മൾ കളയരുതല്ല, അവൾക്ക് തന്നെ കൊടുത്തു. കാരണം അവൾ സൂക്ഷിച്ച് വെച്ചോളും. അങ്ങനെ അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.